بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ സൃഷ്ടികർത്താവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി മുത്തഖികളായി ജീവിക്കുകയും മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ ഉത്തമമായ ഒരു സമൂഹ സൃഷ്ടിക്ക് ഉത്കൃഷ്ടമായ ഒരു കുടുംബവും
ഏറ്റവും നല്ല വ്യക്തികളും ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഗൃഹനാഥനായി വരുന്ന പുരുഷൻ്റെ സ്വഭാവവും പ്രവർത്തനങ്ങളും ഏതു രൂപത്തിലായിരിക്കണമെന്ന് ഹ്രസ്വമായി കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു. ഇന്ന് കുടുംബത്തിൻ്റെ രണ്ടാം ഭാഗമായ ആ കുടുംബത്തിൻ്റെ ഗൃഹനാഥ, ഭാര്യ, മാതാവ് എന്നീ റോളുകൾ കൈകാര്യം ചെയ്യുന്ന സ്ത്രീ എങ്ങനെയായിരിക്കണം? നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ അടിക്കല്ല്, ഒരു കുടുംബത്തിൻ്റെ അസ്ഥിവാരം അത് സ്ത്രീയിലാണ് അന്തർലീനമായിട്ടുള്ളത്. ഒരു കുടുംബം തകരാനും ഒരു കുടുംബം ഔന്നിത്യങ്ങളിൽ നിന്ന് ഔന്നിത്യത്തിലേക്ക് കുതിക്കാനും ആ കുടുംബത്തിൻ്റെ ഗ്രഹനായികയായ സ്ത്രീയാണ് മൂലകാരണം. അതുകൊണ്ട് തന്നെ ഒരു ഉത്തമമായ കുടുംബ ജീവിതത്തിന്, ഒരു ഉത്തമമായ കുടുംബത്തിൻ്റെ സൃഷ്ടിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അഭിവാജ്യ ഘടകമാണ് ആ കുടുംബത്തിലെ സ്ത്രീ. പരിശുദ്ധ ഇസ്ലാം ധാരാളം സ്ഥാനങ്ങളും മാനങ്ങളും നൽകി അനുഗ്രഹിച്ചവളാണ്. ഒരു കാലത്ത് ഈ ഭൂമിലോകത്ത് ജനിക്കുവാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഈ സ്ത്രീ സമൂഹത്തെ അവർ ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഈ സമൂഹത്തിൽ അവർക്കുള്ള ഭാഗധേയം അതിശക്തമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കിവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് മാത്രമല്ല, പുരുഷന് കിട്ടുന്നത് പോലെ തന്നെ അവകാശങ്ങളും അഭിപ്രായങ്ങളുടെയും സ്വാതന്ത്ര്യവും അവൾക്കുണ്ട് എന്നും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലെ ഏറ്റവും ഉത്കൃഷ്ടയായ സ്ത്രീ അവളാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും ശക്തമായ കത്തിജ്വലിക്കുന്ന വിളക്ക് എന്നാണ്. നമുക്കറിയാം, കുടുംബത്തിൽ പിതാവിൻ്റെ റോൾ അഥവാ ഗൃഹനാഥൻ്റെ റോൾ ആ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന്, ആ നൗകയുടെ കൃത്യമായ പോക്കിന് ആവശ്യമായ ഭൗതിക വിഭവങ്ങൾ സ്വരുക്കൂട്ടിയവർക്ക് കൊടുക്കുക എന്നതും അവർക്ക് ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് കുടുംബമാകുന്ന നൗകയെ മുന്നിൽ നിന്ന് നയിക്കുന്നവനാണ് പുരുഷനെങ്കിൽ, ആ നൗകയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ആ നൗകയിൽ ഏതു രൂപത്തിലാണ് ജീവിതം നയിക്കേണ്ടത് എന്ന് അനുകരണീയമായ മാതൃക കാണിച്ചു കൊടുക്കുന്നത് സ്ത്രീയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഉമ്മയെക്കുറിച്ച് പറഞ്ഞു, മാതാവിനെക്കുറിച്ച്, ഗൃഹനായികയെക്കുറിച്ച് പറഞ്ഞത് അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ ഇറാഖി. അൽ ഉമ്മു മദ്റസത്തുൻ, ഉമ്മയൊരു കലാലയമാണ്. മാതാവ് ഒരു കുടുംബത്തിൻ്റെ ഗൃഹനായിക ഒരു കലാലയമാണ്. ഇദാ അഅദത്തഹാ, ആ മാതാവ് അവൾ തയ്യാറാക്കി ഒരുക്കിയെടുക്കുകയാണെങ്കിൽ അഅദത്ത ശഅബൻ ത്വയ്യിബൽ ഇറാഖി, ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് കാരണമാകാൻ അവൾക്ക് സാധിക്കും. കുടുംബത്തിലെ പിഞ്ചോമനകൾക്ക് ഒന്നാമതായി ലഭിക്കുന്ന കലാലയം മാതാവാണല്ലോ. കുടുംബത്തിൽ അടുത്ത തലമുറയായി വരേണ്ടുന്ന, കുടുംബത്തിൽ അടുത്ത ഒരു ജനറേഷൻ്റെ സൃഷ്ടിപ്പ് നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെടുന്ന വ്യക്തിത്വം മാതാവിനെയാണ്. ആ മാതാവ് നല്ലവളാണെങ്കിൽ, ആ മാതാവിൻ്റെ ശിക്ഷണം ഏറ്റവും കൃത്യമാണെങ്കിൽ, എന്നാൽ ഒരു ഉത്തമമായ കുടുംബത്തിനെ സ്ഥാപിച്ചെടുക്കാൻ അവൾക്ക് കഴിയും. ഫലം അറലിൽ ഖലായിഖി മിൻ മഹല്ലി യുഹദ്ദിബുഹാ കഹിദ്നിൽ ഉമ്മഹാതി
ഫഹിളുൽ ഉമ്മി മദ്റസത്തുൻ തസാമത് ബിതർബിയത്തിൽ ബനീന അവിൽ ബനാതി. ഈ ഭൂമി ലോകത്ത് മക്കളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കലാലയം ഉമ്മയുടെ മടിത്തട്ട് പോലെ വേറെ ഒരിടത്തും കാണാൻ കഴിയില്ല. ഉമ്മയുടെ മടിത്തട്ട് പോലെ ഉത്കൃഷ്ടമായ ഒരു കലാലയം ലോകത്ത് വേറെ ഒരിടത്തുമില്ല. അവൾ തർബിയത്ത് സംസ്കരിച്ചെടുക്കുകയാണെങ്കിൽ ഉത്കൃഷ്ടമായി തന്നെ സംസ്കരിച്ചെടുക്കാം. പക്ഷേ ഫഹൽ തുർജാലി അത്ഫാലിൻ കമാലു ഇദാ നശഉ ബിഹിളനിൽ ജാഹിലാതി. നിങ്ങളാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ വിവരമില്ലാത്ത ഒരു ഗ്രഹനാഥയുടെ, വിവരമില്ലാത്ത ഒരു പെണ്ണിൻ്റെ മടിത്തട്ടിൽ വളരുന്ന കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പൂർണ്ണത ലഭിക്കുമെന്ന്, സാംസ്കാരികമായ ഉയർച്ച ഉണ്ടാകുമെന്ന്, ധാർമ്മികമായ ഉയർച്ച ഉണ്ടാകുമെന്ന്, വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകുമെന്ന്, മതപരമായ ഉയർച്ച ഉണ്ടാകുമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ആഗ്രഹിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. മാതാവാകുന്ന ഒന്നാമത്തെ കലാലയത്തിൽ നിന്നാണ് കുട്ടികൾ ജീവിതത്തിൻ്റെ ABCD പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഈ കുടുംബത്തിൻ്റെ നാഥ, ഗ്രഹനായിക, അവൾക്ക് കൃത്യമായ ഒരു റോള് നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലവളായിരിക്കണം അവൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വിഭവം ഏതെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അദ്ദുനിയാ മതാഉൻ വഖൈറു മതാഇഹാ അൽ മർഅതു സ്സാലിഹാ. അദ്ദുനിയാ മതാഉൻ, ഭൂമി വിഭവ സമൃദ്ധമാണ്, ഭൂമി മുഴുവനും വിഭവ സമൃദ്ധമാണ്. വഖൈറു മതാഇഹാ അൽ മർഅതു സ്സാലിഹാ, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല വിഭവം ഏതെന്നറിയുമോ? അൽ മർഅതു സ്സാലിഹാ, സച്ചരിതയായ ഒരു പെണ്ണാണ്, സൽസ്വഭാവിയായ ഒരു പെണ്ണാണ്. നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ ഒരു പെണ്ണിനെ ഒരു പുരുഷന് കിട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിൽ വേറെ ഒന്നും അവന് കിട്ടേണ്ടതില്ല. അൽ മർഅതു സ്സാലിഹ, ഏറ്റവും ഉത്കൃഷ്ടയായ പെണ്ണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നോട്ടം അതാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നോട്ടം അതാണ്. ഏറ്റവും ഉത്കൃഷ്ടയായ പെണ്ണ്, ഏറ്റവും നല്ല പെണ്ണ്. അത് സൗന്ദര്യപരമായല്ല, കുടുംബപരമായിട്ടല്ല, സാമ്പത്തികപരമായിട്ടല്ല, അതൊന്നും അല്ല വിഷയം. പിന്നെ ഒരു ഖൈറു മതാഇനെ എങ്ങനെ തിരഞ്ഞെടുക്കും നമ്മൾ? ഒരു ഖൈറു മതാഇനെ എങ്ങനെ തിരഞ്ഞെടുക്കും? അതേ, മതഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന വൈവാഹിക നിയമങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട്, വൈവാഹിക വിഷയങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതൊക്കെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുങ്കഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണ സ്ത്രീകൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാറുള്ളത്. സ്ത്രീകളെ ഓരോരുത്തരും കല്യാണം കഴിക്കുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ലിമാലിഹ, അവളുടെ സമ്പത്തിനു വേണ്ടി. ഒരാളും വിചാരിക്കണ്ട സ്ത്രീധനം വാങ്ങാനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണത് എന്ന്. അങ്ങനെ ചില പൊട്ടന്മാർ വിചാരിച്ചെന്നിരിക്കും. പാടില്ല. ലിമാലിഹ എന്ന് പറഞ്ഞത് കൊണ്ട് പ്രവാചകന്റെ വാചകത്തിന് തുടക്കമറിയണം. തുങ്കഹുൽ മർഅതു, സ്ത്രീ കല്യാണം കഴിക്കപ്പെടാറുണ്ട് എന്നാണ്. അങ്ങനെയായിരുന്നു മുമ്പ്. അതേ, വിജ്ഞാനമില്ലാത്ത അജ്ഞാനികളായ അന്ധകാര നിബിഡമായ ജീവിതം നയിച്ചിരുന്ന അറബികൾ അവർ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാറുള്ളത് സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ അറബികളുടെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ നോക്കുമ്പോൾ ആലോചിക്കാറുണ്ടായിരുന്നു, ആ സ്ത്രീയെ കെട്ടിയാൽ പിന്നീട് നമുക്ക് എന്തൊക്കെ കിട്ടും. പലപ്പോഴും വൃദ്ധകളായ സ്ത്രീകളെ വരെയും കല്യാണം കഴിക്കാൻ അറബികൾ തയ്യാറായിരുന്നു എന്നാണ്. എന്താ കാര്യം? അവൾക്കുള്ള ധാരാളം സ്വത്തിനെ കണ്ടിട്ട്.
കാരണം അവൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോയാൽ ആ സ്വത്തിന്റെ സമ്പൂർണ്ണാധിപത്യം തന്റെ കയ്യിൽ കിട്ടുമല്ലോ. അതേ തുങ്കഹുൽ മർഅതു ലിമാലിഹാ. പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലി ഹസബിഹാ, കുടുംബം നോക്കിയിട്ടാണ്. ആ തറവാട് ഈ തറവാട് ഇങ്ങനെ തറവാടുകൾ ഒന്നായിട്ട് നമ്മളേക്ക് കൊട്ടിച്ചേർത്താൽ കൂട്ടിവെച്ചാൽ പിന്നീട് ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത്, ഒരു യുദ്ധമുണ്ടാകുമ്പോൾ തങ്ങളുടെ സഖ്യകക്ഷികളായി ഇവരെയൊക്കെ നിലനിർത്താമെന്ന ചിന്തയിൽ നിന്നാണ് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാൻ കുടുംബത്തിന്റെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്നത്. തുങ്കഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ. മറ്റൊന്ന് വലി ജമാലിഹാ, അവരുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിലും അറബികളുടെ മാതൃകയുണ്ട്. എന്താ അറബികൾ ചെയ്തിരുന്നത്? ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടുക, എന്നിട്ട് അവരുടെ സൗന്ദര്യം ഇങ്ങനെ പ്രദർശിപ്പിക്കുക. ആ സൗന്ദര്യം പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ കവികൾ ആ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് പാട്ടെഴുതിയിരുന്നു. അപ്പോൾ ആളുകളുടെ മുന്നിൽ ഇവനും തെളിഞ്ഞു നിൽക്കും, എൻ്റെ ഭാര്യക്കാണ് സൗന്ദര്യം കൂടുതൽ, എൻ്റെ ഭാര്യക്കാണ് സൗന്ദര്യം കൂടുതൽ. ഇങ്ങനെ സൗന്ദര്യ പ്രദർശനത്തിനു വേണ്ടി ആധുനിക ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യ മത്സരങ്ങളുടെ അങ്ങ് പ്രാകൃത രൂപമായിരുന്നു അവർക്ക് നിക്കാഹുകൾ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. തുങ്കഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ. മതപരമായ വിഷയം നോക്കിയിരുന്നു. അവരുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ മതവും നോക്കിയിരുന്നു. എന്നിട്ട് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫദ്ഫർ ബിദാത്തിദ്ദീൻ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. മതബോധമുള്ള പെണ്ണിനെ കെട്ടിയിട്ട് നീ വിജയം വരിച്ചോളൂ. വിജയിക്കണമോ സഹോദരങ്ങളെ? കുടുംബം വിജയിക്കണമോ? സമൂഹം വിജയിക്കണമോ? ഒരു സമുദായത്തിന്റെ വിജയത്തിന്റെ നിദാനം മതബോധമുള്ള പെണ്ണിനെ കെട്ടിക്കോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തരിബത്ത് യദാക്, നിന്റെ രണ്ട് കൈകളും മണ്ണിൽ കുത്തട്ടെ. അതേ മതബോധമുള്ള പെണ്ണിനെ കെട്ടിയതിൻ്റെ പേരിൽ സമ്പത്ത് കിട്ടിയില്ലാതെ വന്ന് അങ്ങനെ തകർന്നടിഞ്ഞു പോയി നീ, അങ്ങനെ നിനക്ക് ദാരിദ്ര്യം വന്നു പോയി, നിന്റെ കൈകൾ മണ്ണിൽ കുത്തേണ്ടി വന്നാലും ശരി, മതബോധമുള്ള പെണ്ണിനെ കെട്ടിക്കോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ കണ്ടോ. അപ്പോൾ പരിഗണനീയമായ പ്രധാനപ്പെട്ട വിഷയം മതബോധമാണ്. മതബോധമുള്ള പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മനസ്സിലായോ? ഇനി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സൃഷ്ടിപ്പാണല്ലോ വൈവാഹിക ബന്ധത്തിലൂടെ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയായ ഈ പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നു സാലിഹത്തായിരിക്കണം നമ്മൾ പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സ്വാലിഹായ പെണ്ണിന്റെ മറ്റൊരു വിഷയം കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എങ്ങനെയാണ് സ്വാലിഹിനെ തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങൾ പോയി കാണണം. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ മാതാവും പിതാവും പോയിട്ട് തീരുമാനിക്കും ആ പെണ്ണിനെ കെട്ടിയാൽ മതി എന്ന്. മകനോട് പറയും ആ പെണ്ണിനെ കെട്ടിയാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നീ കാണണ്ടെന്ന്. പാടില്ല, ഇസ്ലാമികമായി തെറ്റാണ്. പാടില്ല, കാണണം, കണ്ടേ പറ്റുള്ളൂ. കെട്ടാൻ പോകുന്ന പുരുഷൻ ആരാണോ അവൻ പോയി കാണണം ആ പെണ്ണിനെ, അവൻ പോയി കാണണം. ഇന്ന് ആ കാണുന്ന സ്വഭാവം മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളോട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സഹോദരിയെ, നമ്മുടെ മകളെ പെണ്ണ് കാണാൻ ഒരാൾ വന്നാൽ ആരാണോ പുരുഷൻ അയാൾക്ക് മാത്രം കാണിച്ചു കൊടുക്കുക. ആരാണോ പുരുഷൻ അയാൾക്ക് മാത്രമേ കാണാൻ അനുവാദമുള്ളൂ. അങ്ങനെയുള്ള കെട്ടാൻ തീരുമാനിച്ചവനോട് മാത്രമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആധുനിക ലോകത്ത് യുവാക്കൾ ഒരുമിച്ച് കൂടി പെണ്ണ് കാണാൻ വേണ്ടി വീടുകൾ തോറും കയറിയിറങ്ങുന്ന ചീഞ്ഞളിഞ്ഞ സംസ്കാരം അത് ഇസ്ലാമിൻ്റെതല്ല. കാണിച്ചു കൊടുക്കാനും പാടില്ല. ആരാണോ ചെറുക്കൻ അയാൾ മാത്രം കണ്ടാൽ മതി, അല്ലാത്തയാൾ കാണണ്ട. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സ്വഹാബി വന്നിട്ട് പറയാൻ, വഅനിൽ മുഗീറത്ത് ബിൻ ശുഅബത റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയാൻ, ഖതബതു ഇംറഅതൻ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖതബതു ഇംറഅതൻ അലാ അഹ്ദി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഞാനൊരു പെണ്ണിനെ കെട്ടാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവളെ കെട്ടാൻ തീരുമാനിച്ചിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വന്നിട്ട് വിഷയം പറഞ്ഞു, നബിയേ, ഇന്ന ഗോത്രത്തിലെ ഇന്ന പെണ്ണിനെ കെട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അനളർത ഇലൈഹാ, നീ അവളെ നോക്കിയോ? നീ അവളെ കണ്ടിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ,
അദ്ദേഹം പറഞ്ഞു ലാ യാ റസൂലല്ലാഹ്, കണ്ടിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു ഫൻദുർ ഇലൈഹാ, നീ അവളെ കാണണം. ഫഇന്നഹു അജ്ദറു അൻ യുദമ ബൈനകുമാ, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കുവാൻ, അതേ നിങ്ങൾക്കിടയിൽ യകൂനു ബൈനകുമൽ മഹബ്ബത്തു വൽ ഇൻഫാഖ്, പരസ്പരമുള്ള ചേർച്ചയും പരസ്പരമുള്ള സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് അവളെ കാണാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പുരുഷന്മാരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണണം, പോയി കാണണം അവളെ. എന്നിട്ട് ലാസ്റ്റ് പറയാ ആപ്പയമ്മയുടെ നിർബന്ധത്തിന് വൈകിട്ട് ഞാൻ ഓളെ കെട്ടിയത് എന്ന് പറയാൻ നിൽക്കണ്ട. ഉണ്ടോ? ആ കുടുംബം നന്നാവൂല, കുടുംബം തകർന്നു പോകും അല്ലേ? എൻ്റെ അമ്മമാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കെട്ടിയത്, ഇല്ലെങ്കിൽ ഞാൻ കെട്ടൂലായിരുന്നു എന്ന് പറയരുത്. കാണണം, കണ്ടിഷ്ടപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അങ്ങനെ കണ്ടിഷ്ടപ്പെടണം. കാരണം ഇതൊരു തരികിട പരിപാടിയൊന്നും അല്ലല്ലോ. കാരണം ഈ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വലഖദ് അഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, അതിശക്തമായ ബലിഷ്ഠമായ ഒരു കരാറിലാണ് ആ പെണ്ണുങ്ങളുമായി നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. കണ്ടോ? തല്ലക്കുത്തുക്കി 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 എന്ന് പറഞ്ഞിട്ട് തോന്നിയപ്പോൾ സമയത്ത്, വേണ്ടാത്ത തോന്നുന്ന സമയത്തൊക്കെ ഒഴിവാക്കി വിടാൻ പറ്റിയ ഒരു ചരക്കല്ലത്. അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. 3 മൊയ്യിൻ്റെ ബന്ധമല്ലേ ഉള്ളൂ എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. അല്ല, അങ്ങനെ തോന്നുമ്പോഴൊക്കെ അങ്ങോട്ട് തലാഖിൽ വിടാനും പറ്റൂല. തലാഖിന് പ്രത്യേകമായ ഹുക്കുമുകളുമുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് അത് വിശദീകരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ പ്രാധാന്യത്തോട് കാണണം, അവരെ കണ്ടുവേണം കെട്ടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ നിധിയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ട സാധനം. ഒരു മനുഷ്യൻ കാത്തു സൂക്ഷിച്ചു വെക്കുന്ന നിധി ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആരെന്നറിയുമോ? കുടുംബത്തിൻ്റെ ഗൃഹനാഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ പെണ്ണെങ്ങനെയായിരിക്കണമെന്നറിയുമോ? പ്രവാചകൻ പറയുന്നു അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്നിസുൽ മർഉ, ഒരു മനുഷ്യൻ നിധിയായി സൂക്ഷിച്ചു വെക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ലത് ഖൈറായതേതെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. എന്താണത്? അൽ മർഅത്തു സ്വാലിഹ, സച്ചരിതയായ പെണ്ണാണ്, നല്ല പെണ്ണാണ്. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല കൻസ്, നിധി. ഇനി പ്രവാചകൻ പറയുന്നു ആ പെണ്ണിൻ്റെ സ്വഭാവം എന്താ? ഇദാ നദറ ഇലൈഹാ സറത്തുഹു, ഇദാ നദറ ഇലൈഹാ സറത്തുഹു, ആ പുരുഷൻ അവളിലേക്കൊന്ന് നോക്കിയാൽ ആ പുരുഷന് സന്തോഷമുണ്ടാകും. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ ഭർത്താവിന് സന്തോഷം വരുമോ ഇല്ലയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും ഭർത്താക്കന്മാരുടെ പരാതി എന്തെന്നറിയുമോ? തൻ്റെ ഭാര്യയെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നുന്നു എന്നതാണ്. എന്തുകൊണ്ടെന്നറിയുമോ? പലപ്പോഴും ഭാര്യമാരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. പലപ്പോഴും ഭാര്യമാരുടെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രധാരണമല്ല, അവർക്ക് സന്തോഷം നൽകുന്ന രൂപത്തിലല്ല ആ പെണ്ണുങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർക്ക് ദേഷ്യമാണ്. ഏറ്റവും സുന്ദരമായി കടന്നു വരേണ്ടുന്ന സ്വകാര്യ മുറിയിൽ പോലും കടന്നു വരുന്ന പെണ്ണ്, സ്വന്തം വീടല്ലേ എന്ന് വിചാരിച്ചിട്ട് തോന്നിയ പോലെ കടന്നു വരുന്ന പെണ്ണുങ്ങളുണ്ട്. ഇദാ നദർത ഇലൈഹാ സറത്തുഹു, നബി തങ്ങൾ പറയുന്നു ആ പെണ്ണിനെ കണ്ടാൽ തന്നെ ഭർത്താവിന് വല്ലാത്ത സന്തോഷമുണ്ടായി പോകുന്നതാണ്. ആലോചിച്ചോക്ക്, ഈ ഭർത്താക്കന്മാരോടൊക്കെ ചോദിച്ചു നോക്ക്, ഭാര്യമാരെ കണ്ടാൽ സന്തോഷം ഉണ്ടാകുക? നോ, സന്തോഷം ഉണ്ടാകുമോ? ഭാര്യമാരോട് ചോദിച്ചു, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിന് നിങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നിയതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പെണ്ണിൻ്റെ ലക്ഷണമാണത്. കണ്ടാൽ സന്തോഷം തോന്നണം. കഴിഞ്ഞില്ല, വൈദാ അമറഹാ അതാഅതുഹു, ആ പെണ്ണിനോട് പുരുഷൻ അങ്ങ് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. കേൾക്കലുണ്ടാകും. സമിഅനാ വ അതഅനാ എന്നല്ല, സമിഅനാ വ അസൈനാ എന്നാ ഭൂരിപക്ഷവും. കേട്ടു എന്നുള്ള കാര്യം ശരിയാണ്, പിന്നെയോ അനുസരിക്കൂല. പലപ്പോഴും ആദ്യകാലത്തൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞ് അനുസരിക്കും. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഉടനെയൊക്കെ ഭർത്താവ് പറഞ്ഞ് അനുസരിക്കും. ഒരു 1-2 മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കൂല. എന്താ കാര്യം? ഇനി മൂപ്പരേതായാലും ഉപേക്ഷിക്കൂലല്ലോ എന്നാ. ഉണ്ടോ? ഇനി ഏതായാലും മൂപ്പർക്ക് എന്നെ വിട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഇനി മൂപ്പര് പറഞ്ഞാൽ നിങ്ങൾ വൈക്കാണെന്ന് പറയും. തിരിച്ച് പാടില്ല. ഒരു നല്ല പെണ്ണിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും ഭർത്താവിനോട് ദേഷ്യപരമായി ഒന്നും പറയാൻ പാടില്ല.
അനുസരിച്ചാൽ അവൾ കൽപ്പിച്ചാൽ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അനുസരിക്കണം. ആ പെണ്ണ് അനുസരിച്ചിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അനുസരിക്കണം. കണ്ടോ, ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരൊക്കെ ആലോചിച്ചു, അവരുടെയൊക്കെ സ്വഭാവം, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കേണ്ട താമസം അനുസരിക്കാൻ തയ്യാറായിരുന്നു. ഈ അനുസരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം അങ്ങ് അനുസരിച്ചു കൊടുക്കണമെന്ന്. അവിടെയുണ്ട്. മതതത്വങ്ങൾക്ക് എതിരായി പറഞ്ഞ് അനുസരിക്കണ്ട. മതതത്വങ്ങൾക്ക് എതിരായി പറയുകയാണെങ്കിൽ അത് മാതാപിതാക്കളെയും അനുസരിക്കേണ്ടതില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട മാതാപിതാക്കളെയും അനുസരിക്കേണ്ടതില്ല. ശിർക്ക് വെക്കാനൊക്കെ പറഞ്ഞാൽ ഒരു പെണ്ണിനെ ഭർത്താവ് ശക്തമായി ശല്യം ചെയ്യാൻ ഖബറിൻ്റെ അടുത്ത് പറഞ്ഞ ജാറത്തി പോകണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊക്കെ ശിർക്കും ഖുറാഫാത്തുകളും ചെയ്യണമെന്ന് പ്രേരിപ്പിച്ചാൽ അവൾ അനുസരിക്കേണ്ടതില്ല. കാരണം ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സ്രഷ്ടാവിനെതിരായി സൃഷ്ടി അനുസരിക്കേണ്ടതില്ല എന്നാണ്. സ്രഷ്ടാവിനെതിരായി സൃഷ്ടി അനുസരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണ് ഭർത്താവ് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. ഇനി പ്രവാചകൻ പറയുന്നു, വൈദാ ഗാബ അൻഹാ ഹഫിൽതുഹു. ആ ഭർത്താവ് അവളിൽ നിന്ന് മറഞ്ഞാൽ അവളെ സൂക്ഷിക്കും. അതോടൊപ്പം തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞയാളുടെ സമ്പത്തുകളും സൂക്ഷിക്കുന്നവളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതേ ആ വിഷയം തന്നെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, വലാ തുഖാലിഫുഹു ഫീമാ യക്റഹു ഫീ നഫ്സിഹാ വമാലിഹി. അയാൾ ഇഷ്ടപ്പെടാത്ത കാര്യം അയാളുടെ സമ്പത്തിലും അവളുടെ ശരീരത്തിലും അവൾ ചെയ്യുന്നതേയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും നല്ല പെണ്ണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇത്തരം സ്ത്രീകളെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇത്തരം സ്ത്രീകളെ കുറിച്ചാണെന്ന് നമുക്ക് കാണാം. ഇനി ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാത്ത പെണ്ണിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, എങ്ങനെ ചെയ്യണം? പലപ്പോഴും ഈ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം അവർ നിരന്തരമായി പറയുന്നൊരു കാര്യം ചെയ്തില്ലെങ്കിൽ വലിയ വിഷമമാണ്. മനസ്സിലായോ? വിഷമമാണെന്ന് മാത്രമല്ല, ആ പെണ്ണുങ്ങൾ ഉടൻ തന്നെ കുഫ്രിയത്തിൻ്റെ വർത്താനം പറഞ്ഞു കളയും ചെയ്യും. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പെണ്ണുങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് നരകവും സ്വർഗവും കാണിക്കപ്പെട്ടു. ആ സമയത്ത് നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാണ്, സ്ത്രീകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. എന്താണ് സ്ത്രീകൾ ഇത്രയും കൂടുതൽ നരകത്തിൽ വരാൻ കാരണം? ഒരു കാര്യം, ധാരാളം കാര്യങ്ങൾ നബിതങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് കുഫ്രാനുൽ അശീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കലാണ്, ഭർത്താവിനോട് നന്ദികേട് കാണിക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നരകത്തിൽ കടക്കാൻ കാരണമായ കാര്യങ്ങളിൽ ഒന്ന് ഭർത്താവിനോടുള്ള നന്ദികേടാണ്. സുബ്ഹാനല്ലാഹ്, എന്താ ഈ നന്ദികേട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ അവൾക്ക് എപ്പോഴും നന്മകൾ ചെയ്തു കൊടുത്തു. എനിക്ക് ആ ഭർത്ത വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിച്ചു കൊടുത്തു, ഈ സ്വർണം വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിച്ചു കൊടുത്തു, ആ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സമയത്ത് ഇതാ ഭാര്യ പറയുന്നു, എനിക്കിതൊന്നു വേണം, എനിക്കതൊന്ന് മേടിച്ചു തരുമോ? ഭർത്താവ് പറയുന്നു, എൻ്റെ കയ്യിൽ പൈസയില്ലാതെ കഷ്ടപ്പെടുന്നവനാണ് ഞാൻ, അതുകൊണ്ട് ഇപ്പോഴത് വാങ്ങാൻ പറ്റുകയില്ല, കഴിയില്ല എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളുടെ സഹജമായ സ്വാഭാവികമായ വർത്തമാനം പുറത്തു വരുന്നു. അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെയാണ്, ഇന്ന് വരെ നിങ്ങൾ എനിക്കൊരു കാര്യവും ചെയ്തു തന്നിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, പെണ്ണ് പറയൂ അത്രേ, അല്ലേലും നിങ്ങൾ ഇങ്ങനെയാ, ഞാൻ നിങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതുവരെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും മേടിച്ചരൂലാന്ന്. ഇത്തരം വാചകങ്ങൾ പെണ്ണേ നീ പറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, മാപ്പ് ചോദിച്ചോ ഭർത്താവിനോടില്ലെങ്കിൽ നരകത്തിലേക്ക് പോയി പോകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച്, ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന എത്ര ഭാര്യമാരുണ്ട്. ഒരു വരവ് ചെലവൊന്നും ഓൽക്കറിയണ്ടല്ലോ. അവക്കിങ്ങനെ മാറുന്ന ഫാഷൻ ഡിസൈനുകൾക്കനുസരിച്ച് മാറണം അല്ലേ?
ഇപ്പൊ ഏറ്റവും കൂടുതൽ ജ്വല്ലറികൾ നടത്തുന്നത് എവിടെയാണ്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് അല്ലേ? ഇത്രയും സ്വർണത്തിന് റെക്കോർഡുകൾ ഭേദിച്ച വിലയുണ്ടായിട്ട് പോലും ജ്വല്ലറികൾ കൃത്യമായി പ്രവർത്തിക്കുന്നവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ ജീവിക്കുന്നിടത്ത്. മാറുന്ന ഡിസൈനുകൾക്കനുസരിച്ച് മാറ്റിക്കൊടുക്കാൻ വിധിക്കപ്പെട്ട ഷണ്ഡന്മാരായ ഭർത്താക്കന്മാരുടെ കാലം. ആ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സഹിക്കേണ്ടി വരികയാണ് പലപ്പോഴും ഭർത്താക്കന്മാർ അല്ലേ? കുറെ കാലമായി സഹിക്കുന്നു, ഇനി ഇങ്ങോട്ട് സഹിക്കാനല്ലേ പറ്റുള്ളൂ എന്ന വിചാരത്തിൽ. ഇല്ല പെണ്ണെ, തൻ്റെ ഭർത്താവിന് പ്രയാസകരമായതൊന്നും നീ ഭർത്താവിനോട് ചോദിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ ഭർത്താവിനോട് പിണങ്ങി കിടക്കാനും പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഒരു പെണ്ണ് ഭർത്താവിനോട് പിണങ്ങി ഒരു രാത്രി കിടക്കുകയാണെങ്കിൽ ഭർത്താവ് ഇണങ്ങാൻ വിളിച്ചിട്ടും അടുത്ത് വിളിച്ചിട്ടും വരാതെ തനിക്ക് ചെയ്തു തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി മാറിക്കടന്നാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ, പ്രഭാതമാകുന്നത് വരെ ആ പെണ്ണിന്റെ മേൽ ശാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പെണ്ണിന്റെ മേൽ ലഅനത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചില്ലറ കാര്യമൊന്നുമല്ല. വളരെ പ്രാധാന്യത്തോടു കൂടി കേൾക്കേണ്ടതാണ്, വളരെ ഗൗരവത്തോടു കൂടി കേൾക്കേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഉപദേശിക്കണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്കാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ തൃപ്തിയില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഭർത്താക്കന്മാരുടെ തൃപ്തിയില്ലാതെ ഒരു പെണ്ണിനും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അയ്യുമ ഇംറഅത്തിൻ മാതത് വസൗജുഹാ റാദിൻ ദഖലത്തിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അയ്യുമ ഇംറഅത്തിൻ, ഏതൊരു പെണ്ണു, മാതത്, ആ പെണ്ണു മരിച്ചു, വസൗജുഹാ അൻഹാ റാദിൻ, ആ പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിൽ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നോക്കൂ നിങ്ങൾ, ഭാര്യ മരിച്ചുപോയതിൻ്റെ പേരിൽ വൃദ്ധന്മാരായ ദമ്പതിമാർ അവരുടെ ജീവിതത്തിലെ സ്നേഹവും പരസ്പര ബഹുമാനവും ആദരവും കണ്ട് ശീലിച്ചവരല്ലേ ഞാനും നിങ്ങളുമൊക്കെ. വൃദ്ധയായ തൻ്റെ ഭാര്യ മരിച്ചുപോയതിൻ്റെ പേരിൽ ഒഴുക്കിക്കൊണ്ട് തേങ്ങി പ്രയാസപ്പെടുന്ന ഭർത്താവിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ വൃദ്ധയായ ഭാര്യ തേങ്ങി കരയും നമ്മൾ കണ്ടിട്ടില്ലേ? പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവുമായിരുന്നു, അത് ആദരവുമായിരുന്നു. കണ്ടോ? അതേ ഖുർആൻ പറഞ്ഞത്, മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അവർക്കിടയിൽ കാരുണ്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നേരെ തിരിച്ചാൽ ശത്രുതയും പ്രശ്നങ്ങളും എന്നാണ് പറയാം. അനങ്ങിയാൽ ഈഗോ ക്ലാഷ്, താൻ ഭർത്താവിനേക്കാൾ കുറച്ചും കൂടെ മേലെയാണെന്നൊരു തോന്നൽ. അല്ലല്ല, നിങ്ങൾ എത്ര വലിയ ഉന്നതയാണെങ്കിലും ശരി, എത്ര ഉയരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ നൗകകൾ ഒന്നിന് പുറകെ മറ്റൊന്നായി കീഴടക്കിയവളാണെങ്കിലും ശരി, ഏറ്റവും വിവരമില്ലാത്തൊരു ഭർത്താവിൻ്റെ കീഴിലാണ് നീയെങ്കിൽ ആ ഭർത്താവിൻ്റെ താഴെ തന്നെയാണ് നിനക്ക് സ്ഥാനം. പൊങ്ങണ്ട, മുകളിൽ പോകണ്ട, അതിൻ്റെ താഴെയാണ് സ്ഥാനം. അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഞാൻ ആരോടെങ്കിലും ഭൂമിയിൽ വെച്ച് അല്ലാഹു അല്ലാതെ വേറെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഭാര്യയോട് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കളക്ടറായിട്ട് എന്താ കാര്യം? നീ MA കാര്യമായിട്ട് എന്താ കാര്യം? നീ വലിയ ആളായിട്ട് എന്ത് കാര്യം?
ഒന്നും അറിയാത്ത നിന്റെ ഭർത്താവുണ്ടോ, അവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കേണ്ടി വന്നാൽ അത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതിൻ്റെ ആവശ്യം ഈ മതത്തിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്, കൽപ്പിക്കാഞ്ഞത്. മറിച്ച് തൃപ്തി കൊണ്ട് അത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ബൽ ഇന്ന ജഅൽനഹു ജഅല റിള സൗജി അൻഹാ സബബൻ ഫീ ദുഖൂലിഹൽ ജന്ന. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു കാരണമായി ഭർത്താവിൻ്റെ തൃപ്തി മാറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ സുജൂദ് കൽപ്പിക്കുന്നില്ല എന്ന് മാത്രം. നോക്കൂ നിങ്ങൾ. ഇനി ഭർത്താവിൻ്റെ മുന്നിൽ ഭർത്താവ് കടന്നു വരുമ്പോൾ നെളിഞ്ഞു നിൽക്കുകയല്ല ഭാര്യ ചെയ്യേണ്ടത്. അയാളുടെ മുന്നിൽ ഏറ്റവും മാന്യായ ഭാര്യയെ പോലെ ഏറ്റവും വിനയം കാണിക്കുന്ന പെണ്ണായി തീരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. കണ്ടോ? കാരണം എന്താണെന്നറിയോ? ഇത് കണ്ടുവേണം നമ്മുടെ മക്കൾ വളരാൻ. എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ന്, അങ്ങനെ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീടായിരിക്കണം. മനസ്സിലായോ? ഏറ്റവും നല്ല പെണ്ണിനെ കുറിച്ച് ഒന്നും കൂടി ഞാൻ പറയാൻ, സുബഹിക്ക് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്ന ഭർത്താവിൻ്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്ന പെണ്ണെ, നീയാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം തളിക്കാൻ, ഭാര്യയുടെ മുഖത്ത് വെള്ളം തളിക്കാൻ കഴിയുന്ന ഭർത്താവാരാ? ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ? ഭാര്യയുടെ മുഖത്ത് വെള്ളം തളിക്കാൻ പറ്റുന്നിരിക്കും അല്ലേ? തിരിച്ച് ഭർത്താവിൻ്റെ മുഖത്താണ് വെള്ളം തളിക്കുന്നെങ്കിലോ? ആലോചിച്ചോ. ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അങ്ങനെ തളിക്കുന്ന പെണ്ണാണ്, അവളെ എഴുന്നേൽപ്പിക്കണം. എഴുന്നേൽക്ക്. സുബഹീൻ്റെ വഖത്തായി എഴുന്നേൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എഴുന്നേൽപ്പിക്കണം. ഭർത്താവാണ് അത് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, എല്ലാവരും എഴുന്നേൽപ്പിക്കായിരുന്നു. പക്ഷേ പോത്തുപോലെ കിടന്നിറങ്ങുന്ന ഭർത്താവിനെ തട്ടി ഉണർത്തി വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് സുബഹി നമസ്കാരം കൊണ്ട് ആരംഭിക്കണമെന്ന് പറയാൻ പറ്റുന്ന പെണ്ണ്, അതാണ് ഏറ്റവും നല്ല പെണ്ണ്. മനസ്സിലായോ? എഴുന്നേൽക്കാൻ പോകുന്ന ഭർത്താവിനെ പിന്നെയും പിടിച്ചു കിടത്താൻ തീരുമാനിക്കുന്ന പെണ്ണല്ല. മനസ്സിലായോ? എഴുന്നേൽപ്പിക്കുക, ദീനിനു വേണ്ടി പണിയെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പെണ്ണ്, അതാണ്. എന്തേ ഭർത്താവിനെ 2 ദിവസമായിട്ട് കാണുന്നില്ല? എവിടെയാണ് അദ്ദേഹം? മതപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം മതത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി, അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പോയിരിക്കുകയാണ്. എൻ്റെ ആവശ്യങ്ങളൊക്കെ അദ്ദേഹം പൂർത്തീകരിച്ചിരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മതത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയാൻ എത്ര പെണ്ണിന് കഴിയും? എങ്ങനെ പറയാൻ? എത്ര പെണ്ണുണ്ട് അങ്ങനെ പറയാൻ കഴിയുന്നവള്? ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാൻ പോയിരിക്കുന്നു. കഴിയില്ലേ? തങ്ങളെ ഒരു ജലമോ ജന്തുവോ ഒരു വസ്തുവുമില്ലാതിരുന്ന കരിമ്പാറകൾ കൊണ്ട് ആവൃതമായ മക്ക മണലാരുണ്യത്തിൽ ഇട്ടേച്ച് പോകുന്ന ഭർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യം മാതാവായ ഹാജറ ബീവി അല്ലേ, നമ്മുടെ ഉമ്മയായ ഹാജറുമ്മ ചോദിക്കുന്നു, അല്ല ഭർത്താവേ, അങ്ങ് ഞങ്ങളെ ഈ സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ? അതെ, എങ്കിൽ പൊയ്ക്കോളൂ, വിഷമമില്ല. അള്ളാഹുവിന് വേണ്ടി എന്തും സഹിക്കാൻ ത്യജിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു മാതാവിൻ്റെ പിൻഗാമികളായ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് എന്ത് സഹിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് സഹിക്കാൻ കഴിയും? ആലോചിച്ച് നോക്ക്. അപ്പോൾ സ്ത്രീകൾ ഏറ്റവും ഉത്കൃഷ്ടരായി തീരണം. ഉത്തരവാദിത്വമേറെയുള്ള ഫീൽഡാണ് കേട്ടോ ഗൃഹനായിക എന്നത്. ഭർത്താവ് കൊണ്ടുവരുന്ന 1 കിലോ അരി, ആ 1 കിലോ അരി വേവിക്കണമോ? 1 കിലോ 3 നാഴി 3.5 നാഴി അരിയായിരിക്കുമല്ലോ 1 കിലോ എന്ന് പറയുന്നത്. അത് 2 നാഴി അരി ഇടേണ്ടിടത്ത് 2.5 നാഴി അരിയിട്ട് ചോറ് വെച്ച് 1/2 നാഴി അരിയുടെ ചോറ് പുറത്തേക്ക് തള്ളപ്പെടേണ്ടി വരുന്നവളാണ് നിന്റെ സ്വഭാവമെങ്കിൽ മറക്കണ്ട, നാളെ റബ്ബിന്റെ മുന്നിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ 1/2 നാഴി അരിയെക്കുറിച്ച് ചോദിക്കപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. പെണ്ണുങ്ങൾക്കുണ്ടോ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം? സവാളയുടെ വില അറിയണോ? ഉള്ളിൻ്റെ വില അറിയണോ? അരിയുടെ വില അറിയണോ? വെച്ച് തള്ളാമല്ലോ? പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. പ്രവാചകൻ പറയുന്നു, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഫഹു യമസ്ഊലത്തുൻ അൻ റഇയതിഹാ. പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധിപയാണ്. അവരുടെ ഭരണീയരെ കുറിച്ച് നാളെ റബ്ബിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. ഭർത്താവ് കൊണ്ടുവന്ന പൈസ എങ്ങനെ ചെലവാക്കിയെന്ന് ചോദിക്കും. ഭർത്താവിൻ്റെ വീട്ടിൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കും. എന്ത് മറുപടി പറയുമെന്ന് സഹോദരിമാരെ, ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അരി വെക്കുന്നതിനെ കുറിച്ച് എല്ലാം അതിൻ്റെ മേൽ ഖിയാസാക്കിക്കോളും നിങ്ങൾ.
എല്ലാം അതിൻ്റെ പേരിൽ നിങ്ങൾ തുലനം ചെയ്ത് നോക്കിക്കോണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കണം. ഏറ്റവും നല്ല ഭാര്യയായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഭർത്താവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഏറ്റവും നല്ലവളായി തീരാൻ കഴിയണം. അവൾക്കാണ് സ്വർഗം ലഭിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പ്രവർത്തിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ രോഗം കൊണ്ട് വലയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാഥ അവർക്ക് നീ സഹായം നൽകണേ തമ്പുരാനെ. നാഥ അവർക്ക് നിൻ്റെ സഹായം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അനുഗ്രഹം ചൊരിയണേ തമ്പുരാനെ. ലോക മുസ്ലിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകണേ തമ്പുരാനെ. പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.
استووا استقيموا يرحمني يرحمكم. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء نحوا سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر
إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام